അയ്യപ്പന്റെ കഴുത്തിൽ രക്ഷയെന്ന നിലയിൽ യോഗി നീലമണിയോട് കൂടിയ മാലണിയിച്ചു. അതോടെ കുമാരനെ മണികണ്ഠൻ എന്ന് എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അയ്യപ്പൻ പുരുഷപ്രാപ്തിയായപ്പോൾ യോഗി മകനെ അരികിൽ വിളിച്ചു. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഒരു യുദ്ധവീരന്റെ ആവശ്യം ഇപ്പോൾ പന്തളം കൊട്ടാരത്തിലുണ്ട്. അതിനാൽ നീ കൊട്ടാരത്തിലേക്ക് പോകണം. സ്വന്തം രാജ്യത്തെ അക്രമകാരികൾ, കൊള്ളക്കാർ എന്നിവരിൽ നിന്നു നീ രക്ഷിക്കണം എന്ന് ഉപദേശിച്ചു. മണികണ്ഠൻ ഉപദേശം സ്വീകരിക്കുന്നു. അത് പ്രതിജ്ഞയായി ഏറ്റെടുത്ത് കൊട്ടാരത്തിലേക്ക് പോകാൻ പുറപ്പെട്ട അയ്യപ്പന്റെ കൈവശം ലിഖിതവും കൊടുത്തുവിട്ടു. അയ്യപ്പൻ പന്തളം രാജസന്നിധിയിൽ എത്തി. അപ്പോൾ അവിടെ കളരിനാഥനായ കടുത്തയുടെ നേതൃത്വത്തിൽ അഭ്യാസപരീക്ഷകൾ നടക്കുകയായിരുന്നു. ഓരോരുത്തരും ഒറ്റക്കും കൂട്ടായും പേറ്റി. എല്ലാവരും ഒന്നിനൊന്നു മെച്ചം. എന്നാൽ ഇന്നത്തെ അഭ്യാസപരീക്ഷ നിർത്താമെന്നു പറയുമ്പോഴാണ് അയ്യപ്പൻ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. എല്ലാവരുടെയും ശ്രദ്ധ അയ്യപ്പനിലായി. അയ്യപ്പൻ ചുറ്റിലും ഒന്നു നോക്കി. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തേ, ഒന്നു പരീക്ഷിക്കുന്നുണ്ടോ? അതു കേട്ട് അയ്യപ്പൻ ഒന്നു തലകുലുക്കി. അപ്പോൾ അടുത്തയാൾ, പേറ്റുപഠിച്ചിട്ടുണ്ടോ? അപ്പോഴും തലകുലുക്കി. ഇതുകേട്ട കടുത്ത ആശാൻ, എന്നാൽ ഒരു കൈ നോക്കാം അല്ലേ എന്നു ചോദിച്ചു. ആയിക്കോളൂ എന്നായി അയ്യപ്പൻ. വേഗം തയ്യാറെടുത്തു കളത്തിൽ ഇറങ്ങൂ. കേട്ട മാത്രയിൽ തന്നെ തയ്യാറായി ഇറങ്ങി. അപ്പോൾ അടുത്ത ചോദ്യം, ഒറ്റക്കോ കൂട്ടായോ? എങ്ങനെയുമാകാം. അയ്യപ്പന്റെ മറുപടി. അപ്പോൾ കാണികൾ, കുട്ടി, സാഹസികം വേണോ എന്നായി. എല്ലാവരും വലിയ യോദ്ധാക്കളാണ്. അവരോട് പേറ്റി അടിയറവു പറയണമോ? സാരമില്ലെന്ന് പറഞ്ഞ് അയ്യപ്പൻ അടുത്ത ആശാന്റെ പാദത്തിൽ തൊട്ടു നമസ്കരിച്ച് കളരിദൈവങ്ങളെ പ്രാർത്ഥിച്ച് പേറ്റിനിറങ്ങി.